ഇനി നമ്മൾ 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആ റീചാർജ് കൂപ്പണിന്റെ വിശദാംശം പറഞ്ഞു കൊടുത്ത പോയി ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, അത് ഒരാളിങ്ങനെ. അപ്പോ മോണിറ്റർ ധ്യാൻചന്ദ് ഏത് കളിയിലെ മാന്ത്രികനായിട്ടാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ചെസ്, ഓപ്ഷൻ സി ബില്ലിയാർഡ്സ്, ഓപ്ഷൻ ഡി ഹോക്കി, ഓപ്ഷൻ ഇ സ്നൂക്കർ. ധ്യാൻചന്ദ് ഏത് കളിയിലെ മാന്ത്രികൻ? സർ ലോക്ക് ചെയ്യാം. ഡി ഹോക്കി. ഓ എന്തൊരു ആവേശം. സ്പോർട്സ് കുറച്ച് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. കൂട്ടോ? കൂട്ടാ. 60,000 പോയി കിട്ടുവോ? ഇല്ല. ഇരുമ്പിളിയം അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ട്. ഇരുമ്പിളിയത്തിന് പ്രശ്നമൊന്നുമില്ല. ഇല്ല. അപ്പോ ഹോക്കിയാണെന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. കൂട്ടിയിരിക്കുന്നു. കൂട്ടാ. ശരിയാവും. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാവുന്നു. താങ്കള് 60,000 രൂപയുടെ ചോദ്യങ്ങൾ കടന്നിരിക്കുന്നു. ഇനിയിപ്പോ മൊബൈൽ റീചാർജിംഗ് ഒന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. നേരത് മതിയല്ലോ. പറയൂ കുട്ടേട്ടാ. തൻവീറിന് ഒരു പ്രത്യേകതരം കോൽക്കളി കളിക്കാൻ അറിയാം. അതെന്താണത്? അദ്ദേഹം കോളേജ് കാലത്ത് വളരെ വ്യത്യസ്തമാർന്ന കോൽക്കളിയാണ് കളിച്ചിട്ടുള്ളത്. എന്താണ്? ആർട്സ് ഡേക്ക് ഓരോ ഗ്രൂപ്പ് വൈസ് ആണ്. ആർട്സ് അതായത് ഫിസിക്സ് അങ്ങനെ ഓരോ. അപ്പൊ ഒരു പരിപാടിക്ക് പങ്കെടുത്താൽ മതി, വിജയിക്കൊന്നും വേണ്ട. ജസ്റ്റ് സ്റ്റേജ് കയറി 2 മിനിറ്റ് 2 മിനിറ്റ് പോയിന്റ് കിട്ടും. ഒരു കോൽക്കളിക്ക് മിനിമം ഒരു 6 പേര് വേണം. ഈ 6 പേർക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കോൽക്കളി എന്താണ് സാധനം അറിയോ. ആദ്യമായിട്ട് ആ കോലടക്കം പിടിക്കണം. അല്ല ഷെയർ പറഞ്ഞു ആൾക്ക് മാത്രമേ അറിയുള്ളൂ. ആൾക്ക് നല്ല കോൺഫിഡൻസ്. അത് സിമ്പിൾ ആണ്. പോരെ ഒരു പാട്ട് വെച്ച് നമുക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഒരു അറബി പാട്ടാണ്. അപ്പൊ ഇങ്ങനെ വെക്കണം. അതൊക്കെ ഞങ്ങളോട് ആദ്യം പറഞ്ഞു. ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 പിന്നെ അങ്ങ് തിരിഞ്ഞിട്ട് 1 2 3 4 കൊടുക്കണം. അങ്ങനെ ഫസ്റ്റ് ഡേ സ്റ്റേജിൽ കയറി. പൊതുവെ ടെൻഷൻ ഉണ്ട്, എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഷെയർ പറഞ്ഞ ആള് ഈ കളി അറിയുന്നവർ ഇന്റെ വലത്ത് വശത്തായി പോയി. അപ്പൊ ഞാൻ പാട്ട് പാടി ഇങ്ങനെ വന്ന് താഴത്തേക്ക് വന്നിട്ട് ഞങ്ങൾ പറയാണ് 1 2 3 4 1 2 3 4 കൊടുത്തപ്പോ ആളില്ല. ആള് ആകെ തെറ്റി. പിന്നെ എന്തൊക്കെയാ വട്ടം കറിഞ്ഞ ആകെ കാണുന്നവർക്ക് മനസ്സിലായി ഇവര് പൊളി അയക്കണ്. പിന്നെ ഞാൻ വീണ്ടും പാട്ടിങ്ങനെ തുടങ്ങിയ അർത്ഥം ഒന്നുകൂടി കൊടുക്കണം. അതേപോലെ ഈ അറിയുന്ന ആള് ഓടി. അറിയുന്ന ആള് ഇല്ല. ആൾക്ക് മനസ്സിലായി കോളായിക്കണേ. അറിയുന്നവർക്ക് അറിയാലോ. ആള് ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ അറിയാത്തവര് കോല് വിട്ട് ഒറ്റ ഓട്ട കറക്കം താത്തട പറഞ്ഞിട്ട് പോയില്ലേ കുട്ടികള്. അതേ ഉള്ളൂ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. ആകെ ഇതാ ചിരിച്ചിക്ക്. നമ്മൾ ഒപ്പമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റേജിക്ക് നോക്കിയേ ചെയ്യൂല. പിന്നെ കളി പഠിച്ചവനെ കണ്ടോ? പിന്നെ കണ്ടു. പറഞ്ഞു നിങ്ങൾ തെറ്റിച്ചോണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടി വരൂലായിരുന്നു. അതുകൊണ്ട് കോളേജ് ബാക്കിയുള്ളവർക്ക് ഇവനക്ക് അറിയാം കോൽക്കളി. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 70,000 മോണിറ്റർ.